UK ഷെഫീൽഡ് എന്ന സ്ഥലത്ത് ഒരു മുസ്ലിം നടത്തുന്ന ടേക്ക് അവേ റെസ്റ്റോറൻറ്റിൽ 4-5 ഹിന്ദുമത വിശ്വാസക്കാരെന്ന് കരുതപ്പെടുന്ന ഇന്ത്യക്കാർ ബീഫ് വിൽക്കുന്നോടെ എന്ന് ആക്രോശിച്ച് മെനു തല്ലിപ്പൊളിക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. മറ്റ് ജീവനക്കാർ ഇറങ്ങി വന്ന അക്രമികളെ പൊതിരെ തല്ലിയെന്ന് പറഞ്ഞാൽ പോരാ, അറഞ്ചം പൊറഞ്ചം തല്ലി. ആ വീഡിയോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ? മക്ഡൊണാൾഡും ബർഗർ കിങ്ങും ഒക്കെ പണ്ട് പുരാതന കാലം മുതലേ ബീഫ് വിൽക്കുന്നവരാണ്. ഇവനൊക്കെ അവിടെ ചെന്ന് ഈ ഡാഷ് തരം കാണിക്കുമോ? വിവരം അറിയും. അപ്പോൾ എന്താ, ഇതൊരു പാകിസ്ഥാനി മുസ്ലിം നടത്തുന്ന കടയായിപ്പോയി, പുറത്തുനിന്ന് വേറെ ആരും ചോദിക്കാനില്ല എന്നൊരു തോന്നൽ. പക്ഷെ അവന് തെറ്റി. കണ്ടില്ലേ, അവിടെ വെച്ച് തന്നെ അവനെയൊക്കെ പഞ്ഞി കിട്ടത്. ഇനി അല്പം സീരിയസ് കാര്യം. സത്യം പറയാമല്ലോ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല സങ്കടം തോന്നി. അതിപ്പോൾ അവന്മാർക്കിട്ട് തല്ല് കിട്ടിയെന്നല്ല, അത് കിട്ടണം. അമ്മാതിരി തരവല്ലേ അവന്മാർ കാണിച്ചേ. നമ്മുടെ രാജ്യത്തെ മഹത്തായ ഒരു മതം, തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മതം, അതിങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ ഇതുപോലെയുള്ള കാടൻ പ്രവൃത്തികൾ ചെയ്ത് ഇല്ലാതാകുന്നത് അതിൻ്റെ മൂല്യം തന്നെയല്ലേ? വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം വളരെ നല്ലതാണ്. അത് ഓരോരുത്തരുടെയും അവകാശമാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ്. പക്ഷേ തൻ്റെ വിശ്വാസം അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് അത് മത തീവ്രവാദമാകുന്നത്. ഈ കേസിൽ UK എന്ന നിഷ്പക്ഷമായ രാജ്യത്ത് വന്ന് കിടന്ന് ഹിന്ദു മുസ്ലിം കളിക്കാൻ നിന്ന പണി പാലും വെള്ളത്തിൽ കിട്ടും. 5 എണ്ണം ഇപ്പം ജയിലിലാണ്. അല്ലെങ്കിൽ ഇവനൊക്കെ കുറച്ച് ബോധം വേണ്ടേ? എൻ്റെ വീട്ടിൽ എന്നും കപ്പപ്പുഴുക്കാണ്, അതുകൊണ്ട് നീയും കപ്പപ്പുഴുക്ക് കഴിച്ചാൽ മതി എന്നൊരു ചിറ്റമ്മ നയം. ഇത് UP അല്ല സുഹൃത്തെ, UK ആണ്. ചെക്കന്മാർ ഗ്രില്ലിന് ഉപയോഗിക്കുന്ന കമ്പി വടി വെച്ചാണ് കീച്ചെന്നാണ് കേട്ടത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്തതാണ് ലോകോത്തര രാജ്യങ്ങളിൽ ചെന്ന് ചെയ്യാൻ നോക്കുന്നത്. മതവും വിശ്വാസവും ഒക്കെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടിയാവണം, അല്ലാതെ ഇതേമാതിരി പ്രവൃത്തികൾക്കാകരുത്. നമ്മളെല്ലാവരും ഓരോരോ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ മതങ്ങളിൽ വിശ്വസിക്കാമെങ്കിൽ മറ്റുള്ള മതങ്ങളെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക. അത്ര മാത്രമേ വേണ്ടൂ. കണ്ടില്ലേ, വെള്ളപ്പൊക്കവും കോവിഡും ഒക്കെ വന്നപ്പോൾ എല്ലാ മതവും രാഷ്ട്രീയവും മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ മതചിന്തകൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും ഒക്കെ മുകളിൽ മനുഷ്യത്വം എന്നൊരു ഘടകമുണ്ട്. അവിടെ തുടങ്ങണം നമ്മുടെ ചിന്തകൾ. അല്ലാതെ ബീഫെന്നോ പോർക്കെന്നോ ഒക്കെ പറഞ്ഞ് ചളി വാരി എറിയാൻ നിന്നാൽ സ്വയം നാർന്നതിൽ കൂടുതൽ ഒന്നും നമ്മൾ നേടിയെടുക്കില്ല. എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ മൂല്യവും പ്രാധാന്യവും ഉണ്ട്. അതിന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. പതിവ് പോലെ ഞാൻ എന്തെങ്കിലും നല്ലത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ലവ് യു ഓൾ. താങ്ക് യു.